ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ടാണ്. ഈ ലൊക്കേഷൻ ഞാൻ നേരത്തെയും കണക്ട് ചെയ്തിട്ടുള്ളതാണ്. എറണാകുളം ജില്ലയിൽ കോട്ടുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള ഒരു 130 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു പഴയ തറവാടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തറവാടിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ പത്തായപ്പുരയൊക്കെ ഉണ്ട്, ഉപയോഗിച്ച് മുന്നോട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആരും തന്നെ ഇവിടെ താമസിക്കുന്നില്ല. പിന്നെ ഇവിടെ മീൻ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അതായിട്ട് കണക്ട് ചെയ്തിട്ട് നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ അതൊക്കെ നോക്കുന്ന ഒരു ജോലിക്കാരനുണ്ട്. പുള്ളി ഇവിടെ ഓൾറെഡി രാത്രിയൊക്കെ തങ്ങാറുണ്ട്. ഇതിൻ്റെ പുറകിൽ ചെറിയൊരു കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ട്. ഇതിൻ്റെ അകത്ത് ഒന്നും കിടക്കാൻ പറ്റൂല, അത്രയും പഴക്കമുണ്ട്, അത്രയും പൊളിഞ്ഞൊക്കെ കിടക്കണേ. അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, കൂടോത്രം എന്ന് പറയുന്നത് ഒരു മലയാളം വേർഡാണ്. അപ്പോൾ ഇത് ഫലിക്കുമോ? ആരെങ്കിലും ഒരു വ്യക്തിക്ക് എതിരായിട്ട് കൂടോത്രം ചെയ്താൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്താൽ അത് റിസൾട്ട് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറകിലുള്ള ഒരു പത്തായപ്പുരയുണ്ട്. ഈ പറഞ്ഞ ഈ വീടുള്ളപ്പോഴുള്ള കാലം തൊട്ടേ ഉള്ള ഒരു പത്തായപ്പുരയാണ്. നെൽകൃഷിയൊക്കെ ഭാവിയിൽ ഉണ്ടായിരുന്നതാണ്, ഭാവിയില്ല പണ്ട് ഉണ്ടായിരുന്നതാണ് നെൽകൃഷി. അപ്പോൾ ആ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അരിയും അല്ലെങ്കിൽ നെല്ല് ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പത്തായപ്പുരയാണ്. ഇപ്പോൾ ഇത് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കാണാം. ഇതാണ് പത്തായപ്പുര. ഇത് ഈ വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് മാജിക്, കൂടോത്രം ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ദുർബല മനസ്സിന് ഉടമയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽക്കും. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളിത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, പവർഫുള്ളായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ മൈൻഡ് പവർ അല്ലെങ്കിൽ സബ് കോൺഷ്യസിൻ്റെ പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡീഡുമാണ്. ഇതുപോലുള്ള എനർജി അല്ലെങ്കിൽ പവറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയുടെ ലെവല് പോസിറ്റീവായിട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ ഓറയുടെ ലെവൽ കൂടി നിൽക്കണം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും എഫക്റ്റീവ് ഇല്ല. ഇതിനെക്കുറിച്ച് സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു വ്യക്തി അത്രയും പവർഫുള്ളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എഫക്റ്റീവ് ഇല്ല. അപ്പോൾ ദുർബല മനുഷ്യരാണ് എങ്കിൽ അവർക്കിത് എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം, ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എനർജി എന്ന് പറയണത് റിയൽ എനർജി എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് എഫക്റ്റ് ചെയ്യണത് എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇങ്ങനെയുള്ളൊരു എനർജി വർക്ക് ചെയ്യുമെന്നും റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഒരു ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ അറിവിലുണ്ടാവും. അപ്പോൾ പ്രാചീന കാലം തൊട്ടേ ഇങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പാടോടുകൂടി കാണുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാണ്ട് ഇപ്പോഴും അണ്ടർസ്റ്റുഡായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് നിൽക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ഒരു പക്ഷേ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള പവർ എന്താണെന്നും റിയലായിട്ട് ഇങ്ങനൊരു പവർ എന്ത് പവറാണ് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് ഞാനിന്ന് വിശദമായിട്ട് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. കാരണം എനിക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഈ ഒരു വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ തറവാട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ ഇതുപോലെ ബ്ലാക്ക് മാജിക്കാരുടെ പുറകെയായിരുന്നു ലൈഫ് മൊത്തം. വെച്ച് സേവ അല്ലെങ്കിൽ ചാത്തൻ സേവ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളുടെ പുറകെയായിരുന്നു. കാരണം അമ്മമ്മക്ക് മൊത്തം 7 മക്കളായിരുന്നു എൻ്റെ ഫാദറുടെ. അപ്പോൾ അതിൽ എൻ്റെ ഫാദറിൻ്റെ മൂത്തതും 2 ഒരാൾ മൂത്തത് സ്ത്രീയാണ്, 2ാമത്തതാണ് എൻ്റെ ഫാദർ, 3ാമത്തെ ഇത് വേറെ ലേഡി തന്നെ, മീൻസ് എൻ്റെ ആൻറ്റിയായിട്ട് വരും. അത് 4ാമതുള്ള എൻ്റെ ഫാദറിൻ്റെ ഒരു അനിയൻ. ആ അനിയൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ മൊത്തം ആധാരത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മൂമ്മയെന്ന് പറയുന്നത് ചെറുപ്പം പോലെ തന്നെ പല വീടുകളിലും, ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട് അല്ലെങ്കിൽ ജഡ്ജിൻ്റെ വീട്, അഡ്വക്കേറ്റിൻ്റെ വീട്, അങ്ങനെ വലിയ വീടുകളിലെല്ലാം
വീട്ടു ജോലിക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഒരു അന്ധവിശ്വാസിയും കൂടിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അഥവാ കൊച്ചാപ്പൻ എന്നൊക്കെ വിളിക്കും ഞങ്ങൾ. ആ കൊച്ചാപ്പൻ്റെ മദ്യപാനമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ചെയ്യുന്നതെന്ന് ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പെട്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഓർമ്മയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും പൂജകളും ഇതുപോലെയുള്ള കോഴിമുട്ടയിലുള്ള പ്രയോഗം, അല്ലാത്ത പ്രയോഗം. അപ്പോൾ എൻ്റെ അമ്മമ്മക്ക് വലിയ ഉയർച്ച വരാൻ, കുടുംബത്തിന് മൊത്തം സമൃദ്ധി വരാനുള്ള പൂജകളുണ്ട്. അതുകൂടാണ്ട് കുറേ ശത്രുക്കളുണ്ട് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അവർക്കെതിരെയൊക്കെ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അമ്മമ്മ ആ കാലഘട്ടത്തിൽ ചെയ്യുമായിരുന്നു. അന്നേരം എനിക്കത് ഇത്ര അറിവില്ലായിരുന്നു ഇതെന്താണ് ചെയ്യണമെന്നുള്ളത്. കാരണം ഞാൻ ഏകദേശം 2ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ് ആകുന്ന സമയത്തും എല്ലാം ഇങ്ങനെയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തിരിച്ചറിവായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയുള്ളതൊക്കെ എന്തൊക്കെയാണ്. കാരണം രാത്രി 12 മണിക്കുള്ള പൂജകളും അങ്ങനത്തെ കുറേ ഈ ചെമ്പ് തകട് കുപ്പിയിൽ പോയി അല്ലെങ്കിൽ പട്ടിയിൽ പോയി കുഴിച്ചിടുന്ന പരിപാടി, മുട്ട കുഴിച്ചിടുന്ന പരിപാടി. അപ്പോൾ ഇതൊക്കെ ഈ ബ്ലാക്ക് മാജിക്കിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നേ തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ കൊച്ചു മനസ്സിൽ എനിക്ക് അന്ന് തന്നെ എൻ്റെ മൈൻഡിലുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന് നല്ലതല്ലല്ലോ, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അന്ന് പക്ഷേ അത് എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു നല്ല ഇതല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണം. കാരണം ഞാൻ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ ഏജ് എത്രയാണ് ആ ഏജിൻ്റെ ഡബിൾ ഏജുള്ള ഒരാളുടെ മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കപ്പോൾ. അതെനിക്ക് 5 വയസ്സുള്ള സമയത്ത് എനിക്കൊരു 10 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 8 വയസ്സുകാരൻ്റെയൊക്കെ അത്ര, മീൻസ് 8ഉം 10ഉം വയസ്സുണ്ടല്ലേ, അത് ഡബിൾ തന്നെ കൂട്ടിക്കോ, അതുപോലത്തെ ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടും ദുരിതമൊക്കെ നിറഞ്ഞ ജീവിതം ആയിരുന്നു ശരിക്കും. കാരണം എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു എൻ്റെ ഫാദറും ഒക്കെ. കാരണം സ്ഥിരമായിട്ട് ജോലിയില്ല, അമ്മയുടെ വരുമാനത്തിൽ നിന്നൊക്കെ ആയിരുന്നു വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടൊക്കെയാണ് അന്നേരം അനുഭവിച്ച് വളർന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എന്തുകൊണ്ടും ഞങ്ങളിങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ളൊരു ചിന്തപ്പാട് എനിക്ക് ഓൾറെഡി അന്നേരം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളത് കണ്ടു വളർന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തോ തെറ്റായ കാര്യങ്ങളാണ്, ശരിയല്ലെന്ന് എനിക്ക് അന്നേരമേ അറിയായിരുന്നു. അങ്ങനെ ഞാൻ മുതിർന്ന് വന്ന് ഏകദേശം ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ ഞാൻ ഓൾറെഡി മജീഷ്യനാണ്. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ഓൾറെഡി മൈൻഡ് ട്രെയിനിങ്ങിൽ കൂടുതൽ സജീവമായിട്ട് ചെയ്യണമുണ്ട്. അതുപോലെ എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സർവീസാണ്. ഓൾറെഡി ഞാൻ 2005 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പും അതുപോലെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ പറഞ്ഞ പോലെ മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ. അപ്പോൾ ഇതൊക്കെയായിട്ട് ഓൾറെഡി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ മാജിക് ഷോ അധികം ഇപ്പോൾ ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ പണ്ട് അങ്ങനെ മാജിക്കിൻ്റെ പുറകെ പോയി മാജിക് പഠിക്കാൻ ഇൻട്രസ്റ്റ്. അങ്ങനെ മാജിക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ ഒരു മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്റർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. അന്ന് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ഏജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേരാണ് എനിക്ക് ഇതെന്താണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ കൂടോത്രം ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള കുറേ സ്റ്റഡിയൊക്കെ തന്നത്. കാരണം പുള്ളി ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറേ റെഫറൻസ് സ്റ്റഡിയൊക്കെ കിട്ടിയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു വെച്ച് അത് എന്നെ മാജിക് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വർക്കിംഗ് എന്താണെന്ന് ബെന്നി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് കുറേയധികം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ തന്നിരുന്നു വെച്ച്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കാണ്ടിരിക്കാനും അതിനൊക്കെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണത്. കാരണം പ്രാക്ടിക്കലായിട്ട് പോലും ഒരാൾക്ക് എതിരെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കും അല്ലെങ്കിൽ എന്തൊക്കെ വെച്ച് ചെയ്യണം എന്നുള്ള ഇതിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് എൻ്റെ ഈ ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള ചെയ്യുന്ന ആളല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു കൂടുതൽ പോസിറ്റീവായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ മെസ്മറിസം, ഹിപ്നോട്ടിസം, സൈക്കോളജി ഇതൊക്കെ ആദ്യം പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിന്നാണ്. പിന്നീടാണ് ഞാൻ സോഷ്യൽ സർവീസൊക്കെ കാണാൻ ആ ഒരു കണ്ടീഷനിലോട്ട് വന്നപ്പോൾ ഞാൻ ഒഫീഷ്യലായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജി കോഴ്സുകൾ 1 ഇയർ 2 ഇയർ ഒക്കെ അറ്റൻഡ് ചെയ്തത്. കൂടുതൽ നമുക്ക് ലീഗലി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് തന്നെ വർഷങ്ങളോളം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഒരു 3 വർഷത്തോളം ഞാൻ നല്ല രീതിയിൽ തന്നെ നേരിട്ട് മനുഷ്യരെ പഠിക്കലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നത്. പിന്നീട് ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് ഒരു എൻട്രി വെക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരുന്നത് ഏകദേശം ഒരു 18 വയസ്സിൽ തന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയ ആളാണ്.
കാരണം അത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രായപൂർത്തിയാകാൻ കാത്തിരുന്നുള്ളതാണ്. അങ്ങനെ 18 വയസ്സിൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സെല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിരവധി ശത്രുക്കൾ നമുക്ക് വരാം, സ്വാഭാവികമായിട്ട്. അല്ലെങ്കിലും നമുക്കറിയാൻ പറ്റില്ല നമ്മളുടെ ശത്രുക്കൾ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ബാധിക്കാണ്ടിരിക്കാനുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഞാൻ പോയിരുന്നു. പിന്നീടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ നേരത്തെ എൻ്റെ ലൈഫ് സ്റ്റോറി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജീവിതത്തിൽ വലിയ തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കടക്കണി പോയി, ആത്മഹത്യക്ക് പലതവണ ശ്രമിച്ചു, നാട് വിട്ടു പോയി. അവസാനം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പോലും ഞാൻ എല്ലാം അവസാനിപ്പിക്കണ അവസ്ഥയിൽ പോയിട്ട് അവിടെ നിന്നെല്ലാം തിരിച്ചു വന്ന ഒരാളാണ്. ആ തിരിച്ചു വന്നിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാനെടുത്ത തീരുമാനം, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ നന്മക്കായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ലൈഫ് ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് പിന്നീട് എൻ്റെ ലൈഫ് ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്നാണ് പിന്നീട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണതും ഞാൻ പഠിക്കണം. എന്തുകൊണ്ട് എനിക്കിത് വന്നു, ഇങ്ങനെ തകർച്ച വന്നു എന്നുള്ളതിനെക്കുറിച്ച്. അതിൻ്റെ പിന്നിൽ ഹൈ ആയിട്ട് വരുന്ന നെഗറ്റീവ് എനർജിയാണ്, അത് പല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതൽ അത് പഠിക്കണ ഒരു സാഹചര്യം വന്നത്. ജീവിതത്തിൽ വന്ന നിരവധിയായ ഡീപ്പായിട്ടുള്ള ആത്മഹത്യ ചെയ്യേണ്ട അല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ മാത്രമാണ്. അപ്പോൾ എൻ്റെ അമ്മുമ്മ ശരിക്കും മരിക്കണത് തന്നെ മാനസിക രോഗം വന്നിട്ടാണ്. കാരണം ആ ഒരു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോയി അമ്മ ഒരു വളരെയധികം ഏജായി, അതായത് കുറേ അധികം നല്ല ഏജോടുകൂടി തന്നെയൊക്കെ ജീവിച്ചിരുന്നെങ്കിലും മെൻ്റലി ഡിസോർഡറായി അല്ലെങ്കിൽ മാനസിക രോഗമായി ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ അമ്മ മരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡിയിൽ അമ്മൂമ്മയുടെ ലൈഫ് ഞാൻ കുറേയധികം സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് ഞാനിനി നിങ്ങളോട് പറയാൻ പോകണം. അതായത് ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന പവർ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള പവർ അഥവാ യൂണിവേഴ്സൽ പവർ, അതുപോലെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ പവർ, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ, അത് പല രീതിയിൽ ഇപ്പോൾ യോഗയിൽ ചക്രങ്ങൾ, അതുപോലെ ഓറ, അങ്ങനെ പല രീതിയിൽ പറയുമെങ്കിലും നമ്മളൊരു സൈക്കോളജിക്കൽ ഭാഷയിൽ പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്ന പവർ, ആ പവറും യൂണിവേഴ്സൽ പവറും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സൽ പവർ, അഥവാ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ആ യൂണിവേഴ്സൽ പവറിനെ വേണമെങ്കിൽ ദൈവത്തിൻ്റെ പവർ എന്ന് നിങ്ങൾക്ക് വിളിക്കാം, ജാതിമതമില്ലാത്തൊരു പവർ. അപ്പം ഈ പവറായിട്ട് കണക്ട് ചെയ്തിട്ട് മനുഷ്യരിൽ നെഗറ്റീവ് റിസൾട്ടുകളും പോസിറ്റീവ് റിസൾട്ടുകളും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നെഗറ്റീവ് റിസൾട്ടും പോസിറ്റീവ് റിസൾട്ടും ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് ചിന്തകൾ, പ്രവൃത്തി, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ പവർ വർക്ക് ചെയ്യുന്നുള്ളത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ വർക്ക് ചെയ്യുന്ന എനർജി പോസിറ്റീവും അതിൻ്റെ റിസൾട്ട് പോസിറ്റീവും ആയിരിക്കും. അത് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന റിസൾട്ടുകളെല്ലാം നെഗറ്റീവ് തന്നെയായിരിക്കും. ഇത് അറിഞ്ഞ് ചെയ്താലും അറിയാണ്ട് ചെയ്താലും ഇത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഇങ്ങനെ. അപ്പോൾ ഇതിൽ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയും പോസിറ്റീവായിട്ടുള്ള എനർജിയും എല്ലാം വർക്ക് ചെയ്യുന്നത്, അറിഞ്ഞിട്ടാണെങ്കിലും അറിയാണ്ടാണെങ്കിലും. അപ്പോൾ നമ്മൾക്കെതിരെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നേരത്തെ നമ്മളുടെ മിത്രമായിരിക്കും. അതായത് ശത്രു ആവുന്ന അവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾക്കെതിരെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശത്രു ആവുന്നതിന് മുമ്പ് ഒരു മിത്രമായിരിക്കും നമ്മുടെ ശത്രുവാണ്, അല്ലേ? മിത്രങ്ങളാണ് ശത്രുക്കളാണ്. വളരെ സ്നേഹത്തോടെ ഇരുന്ന ആൾക്കാർ തന്നെയാണ് നമുക്കെതിരാവുന്നത്. അപ്പം അങ്ങനെ എതിരാവുമ്പോൾ പല കാരണങ്ങളുണ്ടാവും നമുക്കെതിരാകാൻ. നമ്മളുടെ പ്രവൃത്തി കൊണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള കോമ്പറ്റീറ്റർ, എന്ത് തന്നെ കാരണമാണെങ്കിലും നമ്മളോട് നല്ല ടേംസിൽ നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും നമുക്കെതിരാകുന്ന അവസ്ഥയിലെത്തുന്നത്. അങ്ങനെ ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകണം. അപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എങ്ങനെ വന്നാലും ബ്ലാക്ക് മാജിക് ചെയ്യണ ഒരാളുണ്ടാവുമല്ലോ, ഇത് ചെയ്തു കൊടുക്കണ ആൾ. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ബന്ധമുണ്ടാവും, അതല്ലെങ്കിൽ ഇതിനൊരു ഇടനിലക്കാരനുണ്ടാവും. ഭൂരിപക്ഷവും ഒരു ഇടനിലക്കാരനുണ്ടാവും. കാരണം അല്ലാണ്ട് ഡയറക്റ്റ് ഇതുപോലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളെ നേരിട്ട് പരിചയം എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അപ്പം ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇടനിലക്കാരനുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇടനിലക്കാരൻ വഴിയായിട്ടാണ് ഇങ്ങനെ ഒരാളുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നത് ബ്ലാക്ക് മാജിക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം പോലെ ഇത് പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ മീൻസ് ചെല്ലുമ്പോൾ
അവിടെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ ലൈഫ് നിലനിൽക്കുന്നത് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനം. അത് തൻ്റെ ക്ലയൻറ്റിന് അവരുദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഈ ബ്ലാക്ക് മാജിക് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളത് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകണം, അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നത് ആ രീതിയിൽ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക് ചെയ്യണ ആളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിന് റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ മെൻ്റൽ പവർ വർക്ക് ചെയ്യണതും അയാളുടെ ജീവിത ലക്ഷ്യവും ആഗ്രഹവും എല്ലാം അയാൾ ചെയ്യുന്ന പ്രവൃത്തി റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. കുറച്ചുകൂടി ഞാൻ ക്ലാരിറ്റിയിൽ പറയണമെങ്കിൽ നമ്മൾ ഈ കൈനോട്ടക്കാരെ കണ്ടിട്ടുണ്ടോ? കൈനോട്ടം അല്ലെങ്കിൽ ഇതുപോലെ ജ്യോത്സ്യമൊക്കെ പറയുന്ന ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറയണത് അവരുടെ അടുത്ത് ആരാണ് വരുന്നത് ആ ആൾക്കാർക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകണമെന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം. അതായത് അവരുടെ അടുത്ത് ഭാവി ഭൂതമൊക്കെ നോക്കാൻ വരുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ അവർ അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പറഞ്ഞ കൈനോട്ടക്കാരൻ അയാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷനായിട്ട് പോകണം. അപ്പം അങ്ങനത്തെ ഒരു ഹാബിറ്റും ലൈഫ് സ്റ്റൈലും ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളൊക്കെ അവർ പോലും അറിയാണ്ട് അവരുടെ രീതി അതായിരിക്കും. അപ്പം അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, അങ്ങനെ ചെയ്തൊരു വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് സെറ്റിൽ ഓട്ടോ കറക്ഷനിലാണെങ്കിലും അറിയാണ്ടാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അവർ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാകണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കും ഒരു പരിധി വരെ. അപ്പോൾ വരുന്ന ക്ലയൻറ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റിയും കൂടി അനുസരിച്ചിട്ടാണ് റിസൾട്ട്. പിന്നെ ഇതിൽ കുറേയധികം കോമൺ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൈനോട്ടക്കാർ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഒരാളോട് പറയും നിങ്ങളിപ്പോൾ വളരെയധികം ഒരു പ്രതിസന്ധിയിലാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഏതൊരാൾക്കുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയല്ല ചെയ്യണം, നിങ്ങൾ വേറൊരു ജോലി അന്വേഷിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 10 പേരെടുത്ത് കഴിഞ്ഞാൽ ഈ 10 പേരും കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കണവരൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കോമൺ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കോമൺ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ കണക്റ്റ് ആവും. ആ സമയത്ത് കണക്റ്റ് ആവുമ്പോൾ പിന്നീട് കുറച്ചും കൂടി നമ്മളുടെ കോമൺ അല്ലാത്ത കാര്യങ്ങൾ അവർക്ക് പറയാൻ ഉള്ളൊരു കഴിവ് ഉണ്ടാവും. ഇത് നിരന്തരമായിട്ട് ചെയ്ത് തന്നെ അവരുടെ ഉപബോധ മനസ്സിൻ്റെ പവർ ആ രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് ആർജിക്കും ഒരു പരിധി വരെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാണ്ട്. ഇതുപോലെ തന്നെയാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ മൈൻഡ് സെറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അയാളിൽ വർക്ക് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ മാത്രം. അല്ലാണ്ട് പുറത്തുനിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചാത്തൻ മന്ത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ശക്തി പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഉണ്ടായിട്ട് വരുന്നില്ല. യൂണിവേഴ്സൽ പവർ കണക്റ്റഡാണ് എല്ലാ മനുഷ്യരിലും. അത് നെഗറ്റീവ് റിസൾട്ട് ആണ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണവർക്ക് പോസിറ്റീവിൽ അട്രാക്ട് ചെയ്ത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൂടുതൽ പോസിറ്റീവ് ആകുമ്പോൾ, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന ട്രാക്കിൽ കയറുമ്പോൾ യൂണിവേഴ്സൽ പവർ കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതി തന്നെയായിരിക്കും. അതേസമയം ഇങ്ങനെയുള്ള ആൾക്കാരുടെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന പണിയായിരിക്കും. ഇങ്ങനെ ഒരാളുടെ ജീവിതം തകർക്കുന്നു, ബിസിനസ് തകർക്കുന്നു, ബ്ലാക്ക് മാജിക് ചെയ്തിട്ട്. ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ വിശ്വസിക്കണം ഇങ്ങനൊരു പവർ ഉണ്ട്, ആ പവറാണ് ഇതെല്ലാം ചെയ്യുന്നത് വിശ്വസിക്കുമ്പോൾ. നീ എന്ത് വിശ്വസിക്കുന്നുവോ അതായിത്തീരും എന്ന് പറയണ പോലെ. ഇപ്പം മതഗ്രന്ഥങ്ങളിലാണെങ്കിലും സൈക്കോളജിയിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ, ഇന്ന് മൈൻഡ് പവർ ട്രെയിനിങ്, ലോ ഓഫ് അട്രാക്ഷനൊക്കെ അറിയാത്ത ആരും തന്നെ ഇല്ല. നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൽ ആഡ് ചെയ്യണമെന്ന് നിരവധി ആൾക്കാർക്ക് ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാറുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇതിലും മൈൻഡ് പവറിൻ്റെ ഇതിലും മൈൻഡ് സെറ്റിൻ്റെ ഇതിലും ലൈഫ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ നിരവധി ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അതൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണം നമ്മൾ ആഗ്രഹിച്ച് ചെയ്യണോണ്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ. അയാളുടെ മൈൻഡിൽ ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ, അഫർമേഷനും അയാളുടെ ആഗ്രഹങ്ങളെല്ലാം നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും യൂണിവേഴ്സൽ പവറും നമ്മൾ കണക്ട് ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സൽ പവറും ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും മാത്രമാണ്. പക്ഷേ ഈ പവറിന് വേരിയേഷൻ ഉണ്ടാവുന്നുള്ള. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര വിൽ പവർ ആയിരിക്കും, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എനർജിയുള്ള ആൾക്കാർ. ഇപ്പോൾ യോഗാചാര്യന്മാർ, അല്ലെങ്കിൽ ചില മതപണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു പദവിയിൽ ജീവിച്ച് വളരെ വിൽ പവറുള്ള, അല്ലെങ്കിൽ വളരെ മെൻ്റലി വളരെ പവർഫുൾ ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരോടൊരു ബഹുമാനം തോന്നും, ആരാധന തോന്നും, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ അത് പോസിറ്റീവിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ അതിൽ വളരെ പവർഫുള്ളായിരിക്കും, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത് നോക്കിയല്ല വർക്ക് ചെയ്യണം. നമ്മൾ ശരി കൊടുത്ത ശരി റിസൾട്ട് ഉണ്ടാക്കും, തെറ്റ് കൊടുത്ത തെറ്റുണ്ടാക്കും. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ
അയാളുടെ മെൻ്റൽ പവർ ഉറപ്പായിട്ടും ബ്ലാക്ക് മാജിക്കിൽ റിസൾട്ട് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെ ലൈഫ് സ്റ്റൈൽ പോണത് കൊണ്ട് അത് വർക്ക് ചെയ്യാനൊരു സാധ്യത ആ രീതിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ആരാണ് ബ്ലാക്ക് മാജിക് ചെയ്യാൻ ഈ കൂടോത്രക്കാരനെ സമീപിക്കുന്നത്, ആ സമീപിക്കുന്ന ആളുടെ ആഗ്രഹം എന്താ? ഞാൻ ആർക്കെതിരെയാണ് ചെയ്യിക്കാൻ പോണത്? അയാളുടെ ജീവിതം തകരണം. അയാളുടെ ആഗ്രഹം അതാ. അയാളുടെ മൈൻഡിലും ആഗ്രഹം സെറ്റായി, ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ മൈൻഡിലും ആഗ്രഹം സെറ്റായി, പിന്നെ ഇടനിലക്കാരനുണ്ടെങ്കിൽ അയാളുടെയും സെറ്റായി. എന്തിനു പറയുന്നു? രണ്ടുപേരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പറഞ്ഞു, രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ഒരേപോലെ വർക്ക് ചെയ്താൽ അത് നെഗറ്റീവിലാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നെഗറ്റീവിൽ ഉണ്ടാക്കും എന്നുള്ള നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരാൾ നന്നാകാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കഷ്ടപ്പെടേണ്ട, ചീത്താൻ വേണ്ടി ആരും പഠിപ്പിക്കേണ്ട, അതായിക്കോളും. ഈ ലോകം മൊത്തം അതിനുള്ള ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. പക്ഷെ ഒരാൾ നന്നാകാനായിട്ട് വളരെ പാടാണ്. അത് പോസിറ്റീവ് ആകാനാണ് പാട്, നെഗറ്റീവ് ആകാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചാൽ മതി, ഓൾറെഡി നെഗറ്റീവ് ആയിക്കോളും എന്ന് പറഞ്ഞ പോലെ. രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റിൽ ഒരാളുടെ ജീവിതം തറക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് കുറേ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യുന്ന ആൾ വിശ്വസിക്കുന്നത് എന്താ? ഒരു പുറത്തുനിന്ന് ഒരു വലിയ എനർജിയാണ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് കൂടോത്രക്കാരൻ വിശ്വസിക്കുന്നത്. ഡെയിലി അയാളുടെ ലൈഫിൽ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ രീതിക്ക് വർക്ക് ചെയ്യും. കാരണം അയാൾ എപ്പോഴും കൊടുക്കുന്ന സജഷൻസ്, അഫർമേഷൻ എന്നൊക്കെ ഇത് ആ രീതിക്ക് അല്ലെങ്കിൽ പോലും ലൈഫിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്ത് അത് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ അയാളുടെ ലൈഫായിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ സമീപിക്കുന്ന ആളും അതേ മൈൻഡ് സെറ്റ് തന്നെ എത്തുന്നു. മൂന്നാമതൊരു ഇടനിലക്കാരനാണ് അതേ മൈൻഡ് സെറ്റ്. അപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പേര്, 2 പേരെ തന്നെ കൂട്ടിക്കും. ഒരേപോലെ മൈൻഡ് സെറ്റ് ആകുമ്പോൾ അവിടെ ഏതാണ് ശത്രു, തകർക്കേണ്ട ആൾ ആരാണ്, അയാളുടെ മെൻ്റൽ പവറിനും ഹൈ ആയിട്ട് ഇവർ 2 പേരും മെൻ്റൽ പവറും കൂടി ഒരുമിക്കുമ്പോൾ വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ദുർബലനായ ഒരാളുടെ മെൻ്റൽ പവറിന് 2 മനുഷ്യരുടെ മെൻ്റൽ പവർ ഒരുമിച്ച് ഒരേ മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ ഈ ദുർബലനായുള്ള ആളുടെ മെൻ്റൽ പവറിനെ അതിജീവിച്ച് തകർക്കാൻ ഉറപ്പായിട്ടും പറ്റും. കാരണം അവിടെ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് 2 പേരും ഒരേ മൈൻഡ് സെറ്റിലിരിക്കണോണ്ട് ഉറപ്പായിട്ടും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. പക്ഷേ ഈ 2 പേരിലെ 3 പേരിൽ എത്ര ആൾ വന്നാലും തകർക്കാൻ പറ്റാത്ത മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇത് ഏൽക്കില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾ ആകാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കും. അപ്പം നമ്മൾ എന്നല്ല, കുറച്ച് പേരെങ്കിലും ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പവർ പുറത്തുനിന്ന് വന്നേക്കണത് ഒരു ശക്തി, ഒരു നെഗറ്റീവ് പവറാണെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ആഗ്രഹം തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കാനായിട്ട് ഈ ലോകവും സമൂഹവും എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളത് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അതങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് കൂടുതൽ ആൾക്കാരിൽ അറിയപ്പെടാൻ കാരണമായി. പക്ഷെ ഇതാണ് യൂണിവേഴ്സൽ പവർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് ശരിക്കും ആ സിസ്റ്റമാണ് ഈ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കണം, മനുഷ്യരായിട്ട് കണക്ട് ചെയ്ത്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവിൽ ഉപയോഗിച്ചാൽ നെഗറ്റീവും, പോസിറ്റീവിൽ ഉപയോഗിച്ചപ്പോൾ പോസിറ്റീവും. അത്ര സിമ്പിളായത് പറയുമ്പോൾ. അപ്പോൾ ഒരു കൂടോത്രക്കാരൻ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾ അവർ നെഗറ്റീവിൽ ഉപയോഗിക്കുന്നു. അവർ അതിന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് അതിന് ഡെപ്ത് കൂടും, അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കൂടുതലുണ്ടാകുന്ന രീതിയിൽ വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ കൂടോത്രക്കാരൻ ഇതിന് കുറേ ക്രിയകളുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലോട്ടൊന്നും പോകാനുള്ള വളരെയധികം ലെങ്ത് ആവും. അതായത് ചിലവർ മുട്ടയിൽ കുറേ പരിപാടി ചെയ്യുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ ചെമ്പ് തകടിലുണ്ടാവും, കുപ്പിയിൽ ഇടില്ല, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട് ഇതിന് ഉപയോഗിക്കണം. അങ്ങനെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറയണം, നീ ഇത് മിണ്ടാതെ ഉരിയിടാതെ രാത്രി 12 മണിക്ക് മറ്റേ നടപടിയിൽ കുഴിച്ചിടുക. അല്ലെങ്കിൽ ചിലവർ ഇന്ന ആളുടെ അതിരിൽ, ഇപ്പോൾ ഇയാൾക്ക് വേറെ ആൾക്കാരെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ അങ്ങനത്തെ പ്രതിവിധിയായിട്ട് പറയും, 4 അതിരിൽ കുഴിച്ചിടുക, വഴിയിൽ കുഴിച്ചിടുക, ചവിട്ടുപടി കുഴിച്ചിടുക. ഇങ്ങനെ പറയും. ഇന്നേക്ക് 90 ദിവസത്തിനകം റിസൾട്ട് കാണും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പീരീഡ് പറയും, ഇത്ര പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ 2 പേരുടെ അല്ലെങ്കിൽ 3 പേരുടെ മൈൻഡ് സെറ്റിൽ ഈ സാധനം ഡെയിലി അഫർമേഷൻ പോലെ വർക്ക് ചെയ്യുന്നത്. കാരണം ആ ആളുടെ തകർച്ച തുടങ്ങണത് ഈ പറഞ്ഞ ചെയ്യിക്കാൻ പോയ ആളും കൂടോത്രക്കാരൻ്റെയും മൈൻഡ് സെറ്റിലും ഇടനിലക്കാരൻ്റെ മൈൻഡ് സെറ്റിലും ഒരേ സാധനം തന്നെ വർക്ക് ചെയ്യണം, മറ്റാളുടെ തകർച്ച. അപ്പോൾ ആ തകർച്ച എന്നുള്ള രീതിയിൽ ഓട്ടോ കറക്ഷനിലെ അഫർമേഷൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്ത് ഈ വ്യക്തിയിൽ നെഗറ്റീവ് ഉണ്ടാകുന്ന അവസ്ഥയിലോട്ട് വരും. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് പണ്ട് മെൻ്റൽ കണക്ഷൻ ഉണ്ടായ വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു പരിചയമില്ല. നമ്മളിപ്പോൾ ഒരു നാട്ടിലൊന്നും താമസിക്കുന്നു, അവിടെയുള്ള ഒരാളെ നമുക്ക് പരിചയമില്ല. അപ്പം നമുക്ക് തോന്നണു ഒരു വലിയ വീടൊക്കെ ഉള്ള ഒരാൾ, ഒരു ബിൽഡിംഗ് ഒക്കെ ഉള്ള വലിയ കോടീശ്വരൻ, അയാൾക്കെതിരെ കൂടുതലും ചെയ്തൊരു പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നും വർക്കൗട്ട് ആവില്ല. അപ്പം ഇതിൻ്റെ പിന്നിലൊരു കണക്ഷൻ ഉണ്ടെങ്കിലാണ്
ഈ പവർ വർക്ക് ചെയ്യണം. കാരണം ഇത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും യൂണിവേഴ്സൽ പവറും വർക്ക് ചെയ്യുന്ന സിസ്റ്റം തന്നെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും മെൻ്റൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റിസൾട്ട് ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. അതല്ലാണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളെ ചെന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്താൽ അതൊന്നും റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ റിസൾട്ട് ഉണ്ടാക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും യൂണിവേഴ്സൽ പവറും തമ്മിൽ കണക്ട് ചെയ്ത് തന്നെയാണ്. കാരണം ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ PhD എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജീവനുള്ള മനുഷ്യരിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പവറിൻ്റെ ഡെപ്ത് വേറെ പുറത്തുനിന്നൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ജീവനുള്ള മനുഷ്യരിൽ മാത്രമേ യൂണിവേഴ്സൽ പവർ കണക്ട് ചെയ്യുള്ളൂ. ഈ യൂണിവേഴ്സൽ പവർ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനാണ് നമ്മൾ വേറെ പല തലത്തിലും വിശ്വസിച്ചിട്ട് അതാണെന്ന് വിശ്വസിച്ച് ആ രീതിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നാശം കാണുമെന്ന് പറഞ്ഞ് അതിങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ മെൻ്റൽ കണക്ഷനുള്ള വ്യക്തിക്ക് തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ, ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കണേ, അപ്പോൾ അയാളുടെ മൈൻഡ് അത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡൗൺ ആയിരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കാം. ഒരു കൊല്ലത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ തകർച്ച വരാം, അതായത് പ്രശ്നങ്ങൾ വരാം, ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരാം. വീട്ടിൽ കൈവുള്ള കാലുമുള്ള ബാത്റൂമിൽ ഉരുട്ടി കൂടെ പോണ വഴിക്ക് വരിക, വണ്ടി ചിലപ്പോൾ ആക്സിഡൻ്റ് ആകുക, കോമൺ ആയിട്ട് മനുഷ്യർക്ക് സംഭവിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു കൊല്ലത്തെ കണക്കെടുത്താൽ. പക്ഷേ ഇതൊക്കെ ഒന്നും ഗവനിക്കാണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കൂളായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, ഞാനതാ പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾ, ഇതൊന്നും അയാൾക്ക് ബാധകമല്ല. അയാൾ അന്ധവിശ്വാസങ്ങളെയും വിധിനെയും അയ്യോ ആരോ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ തുടക്കം പറഞ്ഞ പോലെ നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാറ്റഗറി അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ഈ പറഞ്ഞ കൂടത്തിറക്കാനും മറ്റാളും ഞാൻ ഇങ്ങനെ ചെയ്യാന്നല്ലാണ്ട് ഒന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ഒരു കൊല്ലത്തെ കണക്കിൽ ഇങ്ങനെ കൈമുറിയുന്നു, ഭാര്യയുടെ കൈമുറിയുന്നു, മറ്റേ വരുമ്പോൾ നമ്മുടെ സമയം ശരിയല്ല, നമുക്ക് ഇപ്പോൾ പ്രശ്നമാണ് എന്ന് പറയുന്നതിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, റിയലായിട്ടും നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമാണെന്നുള്ളത് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സമയം നല്ലതല്ല എന്ന് നമ്മൾ സജഷൻ കൊടുത്താൽ, ഓട്ടോ കറക്ഷനിൽ നമ്മൾ അങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ നമ്മളുടെ പവർ എന്താണെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കൂടോത്രം ചെയ്യുന്ന ആൾക്ക് പോലും അയാളുടെ പവറിൻ്റെ ഡെപ്ത് അയാൾക്കറിയില്ല. അയാൾ വിചാരിക്കണം പുറത്തുനിന്ന് വന്നേക്കുന്ന ഒരു പവറാണ്, ആ പവറാണ് എനിക്ക് ഇത്രയും പവർ തന്നെ എന്നുള്ളത്. പുറത്തുനിന്ന് വന്നേക്കണ പവർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പവർ ഉള്ള, അല്ലാണ്ട് ചാത്തൻ കാപ്പിരി എന്നൊക്കെ പറഞ്ഞ് വേറെ പ്രത്യേകിച്ച് ഒരു പവറില്ല. അങ്ങനെ പവർ ഉണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സജീവമായിട്ട് അറിയപ്പെട്ടിരുന്ന വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ടാകണം. യക്ഷിക്കഥകൾ, യക്ഷിയുടെ ശല്യം, പ്രേതത്തിൻ്റെ ശല്യം എന്നൊക്കെ പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന വെച്ചാൽ അതിനൊന്നും ഇപ്പം ഇല്ലാത്ത എന്താ? കാരണം പണ്ട് അതിനുള്ള വിഷനിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പഴയ വീട്, ഇപ്പോൾ നമ്മൾ കണ്ട വീട് കണ്ട ഈ വീടൊക്കെ കാണിച്ചിട്ട് ഇവിടെ കൂടോത്രം മന്ത്രവാദമൊക്കെ ചെയ്ത് തകർന്നു പോയ ഒരു പഴയ തറവാടാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കും. ഇവിടെ അങ്ങനെ ഒരു തകർച്ചയില്ല. ഇവിടെ ജീവിച്ചിരുന്നവരെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണവരാണ്. ഈ തറവാട്ടിലുണ്ടായാലെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ ഇപ്പോഴും ജീവിക്കണം. ഈ സ്ഥലത്തെല്ലാം മീൻ കൃഷികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീട് കണ്ടിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കും ഇല്ലേ? അതുപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പ്രേതശല്യമുള്ള ഒരു വീടാണെന്നും പറഞ്ഞ് ഞാൻ ഈ വീടിൻ്റെ പല പോർഷൻസും കാണിച്ചിട്ട് രാത്രി കുറേ ഇത് കാണിച്ചാൽ നമ്മൾ അങ്ങനെ ധരിച്ചാൽ നമ്മളുടെ മൈൻഡ് പവർ, അതായത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, എന്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉള്ളിൽ എന്ത് എടുക്കുന്നുവോ അതനുസരിച്ചിട്ട് നമ്മളുടെ പവർ വർക്ക് ചെയ്തിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന വിഷയമായിട്ട് അല്ലെങ്കിൽ ഈ കണക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാത്തിലും വർക്ക് ചെയ്യണം. അപ്പോൾ പണ്ട് അങ്ങനെ യക്ഷിക്കഥകളും പ്രേതകഥകളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് എന്താണ് അതില്ലാത്ത? പക്ഷെ ഇന്നും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സുമതി വളം എന്ന് പറഞ്ഞൊരു വളമുണ്ട്, അപ്പോൾ അപകടമാണ്. നമ്മൾ അത് വിശ്വസിക്കണമെങ്കിൽ അപകടം വരും. കാരണം ഒരു കൂട്ടം ആൾക്കാരുടെ മെൻ്റൽ പവർ ഒരേ മൈൻഡ് സെറ്റിൽ വരുമ്പോഴും ചെറിയൊരു റിസൾട്ട് ഉണ്ടാക്കാം, ചില ആൾക്കാർക്ക് ഉണ്ടാക്കാം. സുമതി വളവിലൂടെ പോകുന്നത് എല്ലാവരും ആക്സിഡൻ്റ് ആണില്ല, അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആണോ ഇത് പറയേണ്ടത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇത് വിശ്വസിക്കണമെന്നാണ് സംഭവിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഇത് വിശ്വസിക്കും, ഭയക്കും. അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറപ്പായിട്ടും നിങ്ങളെ ബാധിക്കും. ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക് എന്നല്ല എന്തും ബാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പണ്ടുള്ള ഐഷികഥകൾ അതൊക്കെ പറഞ്ഞാൽ ഇപ്പം അധികം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത്രയും ജനങ്ങൾ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിലതില്ല. അപ്പോൾ കൂടോത്രയിലും മന്ത്രവാദത്തിലും പ്രേതമാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാധിക്കും എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലില്ലേ നിങ്ങൾ ബാധിക്കില്ല. ഇതൊന്നും മനസ്സിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഭയക്കണില്ല എങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു നായുള്ള പട്ടികളുടെ വീട്ടിലോട്ട് കയറി ചെല്ലണം. ഒരു പരിചയമില്ലാത്തൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് അങ്ങനെ തന്നെ വയ്ക്കും. പരിചയമില്ലാത്ത വീട്ടിലോട്ട് കയറി ചെല്ലുന്നു, ഒരു നായ കുരച്ചുകൊണ്ട് വരുന്നു. നമ്മൾ ആ നായ കടിക്കുമെന്ന് പേടിച്ചിട്ട് പുറകോട്ട് ചുവട് വെക്കും തോറും നായ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭയക്കുമ്പോൾ ഭയത്തിൻ്റെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു വൈബ് ആ ഓട്ടോ കറക്ഷനില്ലേ, അത് നായക്ക് അതിൻ്റെ ഒരു സെൻസ് കിട്ടും. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നായ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് വരും. അതായത് നമ്മൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് എന്നും പറഞ്ഞ് ഒരു പേടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നായ ഒന്ന് പതറിയോടെ നിൽക്കും, ജസ്റ്റ് നായ ഒന്ന് പിന്നോട്ട് പോകും. അതിൽ ഞാൻ പറയുന്ന കോമൺ പട്ടികളാണ്, അല്ലാണ്ട് അപകടകാരിയായ റോഡ് വീലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉണ്ടാകും. അവർ ആരും എന്തായാലും അറ്റാക്ക് ചെയ്യും. ഞാൻ പറഞ്ഞൊരു കോമൺ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ഇത് തന്നെയാണ് ലൈഫിൽ നമ്മൾ എന്തിനു ഭയക്കുന്നോ അത് നമ്മൾ ആക്രമിക്കും.
അത് ബ്ലാക്ക് മാജിക് എന്നല്ല, ഏത് വിഷയമാണെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുമെന്ന് നമ്മൾ പേടിച്ച് നമ്മൾ അതിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും. ഒരു മനുഷ്യന് എത്ര കൊടിയ പ്രശ്നം വന്നാലും, തകർച്ച വന്നാലും, കഷ്ടകാലം വന്നാലും, എന്ത് വന്നാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിന് ഉപയോഗിക്കാൻ പഠിച്ചാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും. അതിന് തെളിവാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണം. ഞാൻ തന്നെയാണ് അതിന് തെളിവ്. കാരണം ഒന്നുമില്ലായിരുന്നു. എറണാകുളം സിറ്റിയിൽ കലൂര് ഒരു ഭക്ഷണം പോലും ഇല്ലാണ്ട് വിശന്ന് തെണ്ടിയിട്ടുണ്ട് ഞാൻ. എൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ പോയ അവസ്ഥയിൽ നിന്ന് ഞാൻ പോകുന്നത്, ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ കുറേ മനസ്സിലാക്കി, റിസർച്ച് ചെയ്ത്, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരിൽ സ്റ്റഡി ചെയ്ത്, എക്സ്പീരിയൻസ് ചെയ്ത്, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്നും ഞാൻ ഈ കൂടോത്രം മന്ത്രവാദമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിച്ചേക്കുന്ന ആൾക്കാർക്ക് റിക്കവർ ചെയ്യാറുണ്ട്. 2 രീതിയിലാണ്. ഒന്ന് ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഡയറക്റ്റ് അവിടെ 2 തവണ ചെന്നിട്ട് 2 തവണ ചെല്ലുന്ന പറഞ്ഞാൽ ഒരു 2-3 മാസം പ്രിപ്പറേഷൻ ഉണ്ടായിന്. ആ 2-3 മാസം പ്രിപ്പറേഷന് ശേഷം ഫസ്റ്റ് ഒരു വിസിറ്റിങ്, അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഒരു വിസിറ്റിങ്, അങ്ങനെയുള്ള വിസിറ്റിങ് കഴിഞ്ഞിട്ടുള്ള ഞാൻ നേരിട്ട് ചെയ്യേണ്ടത് ആ നെഗറ്റീവിനെ റിക്കവറി ആക്കുന്ന പരിപാടി ചെയ്യാറുണ്ട്. അതൊരു വലിയ പൂജാകർമ്മം അങ്ങനത്തെ രീതിയൊന്നുമല്ല. അത് ആർക്കാണ് അത് ബാധിച്ചേക്കണം അയാളുടെ മൈൻഡിനെ റീകണ്ടീഷൻ ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ക്ലിയറൻസ് ചെയ്യണ ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് തന്നെയാണ്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ, യൂണിവേഴ്സൽ പവറിനെ കറക്റ്റ് ട്രാക്കിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതാണ് ചെയ്യണം. ഇന്ന് ഞാൻ അങ്ങനെയുള്ള റിയലായിട്ടും കൂടോത്രം മന്ത്രവാദം ബാധിച്ചേക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അതിനെയൊക്കെ വിശ്വസിച്ച് ജീവിതം തകർന്നേക്കണം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് ഞാൻ ഇങ്ങനത്തെ സർവീസ് ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡീപ്പ് പ്രശ്നമാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതല്ലാത്താണെങ്കിൽ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ട്രെയിനിങ് 6 മാസം കോഴ്സായിട്ടൊരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്. അത് ചെയ്താലും നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കുള്ള പവർ, അല്ലെങ്കിൽ നമുക്കുള്ള പവർ, ആ പവറിനേലും വെല്ലാനുള്ളൊരു പവർ, അതിന് വലിയൊരു പവർ ഇല്ലെന്നുള്ള മീൻസ് ആ പവറിനെ നോക്കി എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മളല്ലേ ഇപ്പോൾ യൂണിവേഴ്സൽ പവർ, ഒരു ജാതി മതം ഇല്ലാത്ത ദൈവത്തിൻ്റെ പവർ, അതാണ് യൂണിവേഴ്സൽ പവർ. ആ പവറായിട്ട് നമ്മൾ കണക്റ്റഡാണ്. പക്ഷേ ഈ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വർക്ക് ചെയ്യും. കാരണം നമ്മൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോയിലൊന്നും തീർക്കാൻ പറ്റില്ല. എൻ്റെ ട്രെയിനിങ്ങിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട്. എനിക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ക്ലാസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാനായിട്ട് കണക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലാണെങ്കിൽ അതിനെയൊക്കെ റിക്കവറി ആക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന പെയ്ഡ് തന്നെയാണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പേഴ്സണൽ ട്രെയിനിങ്ങിൽ തന്നെ ബിസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബിസിനസ് ഉണ്ട്. അങ്ങനെയുള്ളതായതുകൊണ്ട് എനിക്ക് ഒരു 10 വർഷത്തോളം ഞാൻ പണ്ട് ഫ്രീ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ പറ്റില്ല. അതാണ് എൻ്റെ സാഹചര്യം. എങ്കിലും നമ്മൾ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കൺസെഷനൊക്കെ കൊടുക്കാറുണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇതിനൊന്നും ഭയക്കണ്ട. നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും, ഇങ്ങനെ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അകത്തേക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്കിതെല്ലാം ബാധിക്കുള്ളൂ. നിങ്ങൾ അകത്തേക്ക് എടുക്കാത്ത രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ബാധിക്കില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഫാമിലിയായിട്ട് കഴിയുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ് എന്ന് പറഞ്ഞാലും നമ്മളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, ബന്ധുക്കൾ, അല്ലെങ്കിൽ അച്ഛനമ്മ, കുട്ടികൾ, അവർ സാധാരണ ആൾക്കാരുടെ മൈൻഡ് സെറ്റുള്ളവരാണെങ്കിൽ അവരുടെ മെൻ്റൽ പവറായിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ ഈ മെൻ്റൽ പവർ ഡൗൺ ആകാം. മനസ്സിലായോ? അങ്ങനെ ഡൗൺ ആയാലും ഇതൊക്കെ ബാധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഒന്ന് ബ്ലാക്ക് മാജിക് ചെയ്യുന്നാളും നമുക്കെതിരെ ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തേക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് നമ്മുടെ തകർച്ചക്കായിട്ട് എല്ലാ ദിവസവും അഫർമേഷൻ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ റിസൾട്ടൊക്കെ, ചെറിയതല്ല ചെറിയതും വലുതുമായ ആരാണ് ഈ തകർക്കപ്പെടേണ്ട ആൾ, അയാളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ശരിക്കും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഇപ്പം എനിക്കെതിരെ ഒരാൾ മന്ത്രവാദം കൂടോത്രം ചെയ്തിട്ട് എന്നെ തകർക്കാനുള്ള പരിപാടി ചെയ്താൽ ഉറപ്പായിട്ടും ഒരു തരി പോലും എഫക്റ്റീവ് ഇല്ല. അതിപ്പോൾ എത്ര വലിയ കൊടിയ മന്ത്രവാദി ഈ വേൾഡിലുള്ള ആൾ വന്നാലും ഒട്ടും എഫക്റ്റീവ് ഇല്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ എൻ്റെ ഈ രൂപം കാണുമ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നൂല എൻ്റെ ഈ ഫിസിക്കൽ ബോഡി കണ്ടിട്ട്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു കഴിവാണ്. ഞാനിപ്പോൾ എന്നെ തന്നെ സ്വയം പൊക്കി പറയാനില്ല, അങ്ങനെയുള്ള ആളാണെന്ന് കാണിക്കണമെങ്കിൽ അതിന് കുറേ രുദ്രാക്ഷമാലയും കുറേ വേഷവിധാനങ്ങളും കുറേ ഇതൊക്കെ മുടിയൊക്കെ വളർത്തി ഭയങ്കര ലുക്കിൽ തന്നെ പവർഫുൾ ആളാണെന്നുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാനുള്ള രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഞാൻ പറയുമ്പോൾ വിശ്വാസം വരും. അപ്പോൾ ബാഹ്യമായ കുറേ രൂപത്തിലൊന്നും കഥയില്ല. മനുഷ്യർക്ക് നമ്മൾ ഇടപെടുമ്പോൾ മനുഷ്യർക്ക് നമ്മൾ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതിലാണ് കഥയിരിക്കണം. അപ്പോൾ ഞാൻ കുറേ അധികം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിക്കവറി ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, അർഹതപ്പെട്ട ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഇങ്ങനെ അനുഭവം വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർ വീഡിയോ ചെയ്യും, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്കൊക്കെ റിക്കവറി ആക്കി കൊടുത്തേക്കുന്ന ആൾക്കാർ ഓൾറെഡി ഒന്ന് നിങ്ങളുടെ വീഡിയോ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇടും. പക്ഷെ ഞാനിതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഇതൊരു കച്ചവടമാക്കാനായ രീതിയിലുള്ള സംഭവമല്ല ഇത്. ശരി, ഇത് നമ്മളൊരു സർവീസാണ് ചെയ്യണത്. ആ സർവീസിൽ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഫീ മേടിച്ചിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ അത് ഒരു മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാവുന്ന കാര്യവുമല്ല ഇത്.
കാരണം ഇതിനത്രയും നമ്മൾ മെൻ്റൽ പവറും യൂണിവേഴ്സൽ പവറും അല്ലെങ്കിൽ ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ അത്രയും പവർഫുള്ളായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തികം ഇല്ലെങ്കിലും നിങ്ങൾ ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നിസ്സാര സാധനമല്ല. ഈ പവറിനെ ഉപയോഗിച്ചിട്ടാണ് ഈ മന്ത്രവാദികളും അല്ലെങ്കിൽ കൂടോത്രക്കാരും ഒക്കെ ഈ നെഗറ്റീവ് ചെയ്യണം. ഇതേ പവറിനെ ഉപയോഗിച്ചിട്ടാണ് ജീവിതത്തിൽ വലിയ സക്സസ്ഫുൾ ആകുന്ന ആൾക്കാർ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവരും കോടീശ്വരന്മാരായ എന്ത് ചെയ്യും? അങ്ങനെ എല്ലാവരും കോടീശ്വരന്മാരാണ് ട്രെയിനിങ് അല്ല ഞാൻ ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഓരോ ആൾക്കാർക്ക് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ മൈൻഡ് സെറ്റും അനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് വേണം. ഏറ്റവും കൂടുതൽ മനുഷ്യർ ആഗ്രഹിക്കുന്നത് സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നുള്ളതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ദുഃഖങ്ങൾ വരും, അത് സ്വാഭാവികം. പക്ഷെ അതൊക്കെ നമ്മളെ ബാധിച്ചിട്ട് നമ്മുടെ ജീവിതം തകർത്ത് നമ്മൾ ജീവനില്ലാണ്ടാവുന്ന അവസ്ഥയിൽ നമ്മൾ പോകരുത്. നമുക്കിതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്ത് ജീവിക്കാൻ പറ്റണമെന്നുള്ള സക്സസ് എന്ന് പറയുന്നത് ഒരു കോടീശ്വരനാണതല്ല സക്സസ്. എത്രയോ കോടീശ്വരന്മാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, സമാധാനമില്ല, ഉറക്കമില്ലെന്നും പറഞ്ഞു. അപ്പോൾ അത് സക്സസ് ആണ്. അപ്പോൾ പണം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം കിട്ടാൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സമാധാനം, സന്തോഷം അല്ലെങ്കിൽ സുഖമായിട്ടുള്ളൊരു ഉറക്കം. അതാണ് സക്സസ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സക്സസ്. അതിനും വലിയ സക്സസ് ഇല്ല. ബിൽ ഗേറ്റ്സ് പറഞ്ഞ പോലെ നീ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നിൻ്റെ കുറ്റമല്ല, പക്ഷെ നീ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിൻ്റെ മാത്രം കുറ്റമാണെന്ന് പറയുമ്പോൾ നമ്മൾ പണക്കാരനായിട്ട് മരിക്കണം മാത്രമല്ല ഉദ്ദേശിക്കണം, ജീവിതത്തിൽ റിച്ചാകണം. ജീവിതത്തിൽ റിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരാൾ. പണം കൊണ്ടുള്ള റിച്ച് മാത്രമല്ല ഉദ്ദേശിക്കണം, ടോട്ടലി ഒരു റിച്ച്നെസ് എന്ന് പറയുന്നത്. വയസ്സാം കാലത്ത് സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, വയസ്സാം കാലത്ത് ആരുടെ അവഗണനയും ഒന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സക്സസ്. അപ്പം എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോ പറഞ്ഞാൽ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത്രയധികം വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. എനിക്കതെല്ലാം ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല, വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പവറിനെ തിരിച്ചറിയുക. ആ പവറിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.